ഹരി ഓം. 35ാമത്തെ സ്തുതി ഗജേന്ദ്രസ്തുതി. ഇത് ഭാഗവതത്തിലാമത്തെ സ്കന്ധം 3ാമത്തെ അധ്യായം 2 മുതൽ 29 വരെ ശ്ലോകങ്ങൾ. പണ്ട് ദ്രാവിഡ ദേശത്ത് ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് നിർണബ്രഹ്മോപാസകനും ഭക്തനുമായ അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ മനോഹരമായി കഴിയുന്ന കാലത്ത് ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ശിഷ്യഗണങ്ങളോടുകൂടി അഗസ്ത്യമുനി കടന്നു വന്നു. അദ്ദേഹത്തെ വേണ്ടവണ്ണം സൽക്കരിച്ചില്ല മൗനവ്രതത്തിലുള്ള രാജാവ്. മുനി കോപിച്ചു രാജാവിനെ ശപിച്ചു ആനയായി പോകട്ടെ എന്ന്. ശപിക്കാനുണ്ടായ കാരണം ഗുരുനാഥൻ അറിയാം. തൻ്റെ ശിഷ്യൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളൊക്കെ ഗ്രഹിക്കാൻ സാധിക്കും. ഒരുപക്ഷെ സാധകനായ ഇന്ദ്രദ്യുമ്നൻ പോലും തൻ്റെ ഉള്ളിലുള്ള തമോ ഗുണം തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഗുരുനാഥനായ അഗസ്ത്യമുനി അത് തിരിച്ചറിഞ്ഞു. അതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഗുരുനാഥനെ വന്ദിക്കാൻ തോന്നാതിരുന്നത്. ആ ഒരു വിവേകമില്ലാതിരുന്നത് തമോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. അത് ഇവിടെ ഇല്ലാതാവട്ടെ എന്ന് ഗുരുനാഥൻ കൃപ കൊണ്ടു ശപിച്ചു എന്ന് വേണം നമ്മൾ ധരിക്കാൻ. അങ്ങനെ അദ്ദേഹം ആനയായിട്ട് തീർന്നു. എന്തായാലും അദ്ദേഹം ത്രികൂട പർവ്വതത്തിൻ്റെ താഴ്വരയിൽ പാലാഴി എന്ന ദ്വീപ്, അവിടെ മനോഹരമായ ഒരു കാട്ടിൽ ഗജേന്ദ്രനായിക്കൊണ്ട് കഴിയുകയാണ്. സ്വതേ കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിലും ഈ ആന വന്നതോടുകൂടി ഗജേന്ദ്രനായി ആ കാട്ടിലെ രാജാവ്. കാട്ടിലുള്ള മാൻ, മുയൽ മുതലായ സാധു മൃഗങ്ങൾക്കൊക്കെ വലിയ ഒരാശ്വാസം. സിംഹം, പുലി മുതലായ ജന്തുക്കൾക്കൊക്കെ പേടിയായിരുന്നു. അങ്ങനെ ഗജേന്ദ്രൻ അവിടെ കഴിയുകയാണ്. ഒരിക്കൽ അവിടെ ഒരു വരൾച്ച വന്നു. പിടിയാനകളും കുട്ടിയാനകളുമൊക്കെ ഗജേന്ദ്രനെ ഇതറിയിച്ചു. രാജാവാണല്ലോ ഗജേന്ദ്രൻ, അപ്പോൾ അവരെയെല്ലാം സംരക്ഷിക്കാനുള്ള ബാധ്യത ഗജേന്ദ്രനുണ്ടല്ലോ. അവരെയെല്ലാം കൂട്ടി നല്ല ഒരു തടാകം അന്വേഷിച്ചു പോവുകയാണ്. അവിടെ ഒരു താമര തടാകം കണ്ടുപിടിച്ചു. അതിൽ ശുദ്ധമായ ജലം. അതിൽ എല്ലാവരും ഇറങ്ങി ധാരാളം ജലം കുടിച്ചു. താമരത്തണ്ട് പൊട്ടിച്ചു കഴിച്ചു. വിശപ്പും ദാഹവും മാറ്റി. ഇനി കരക്ക് കയറുകയാണ് വേണ്ടത്. പക്ഷെ അത് ചെയ്തില്ല. അവിടെ ഒരു ലൗകിക ഗൃഹസ്ഥനെ പോലെ തൻ്റെ ധർമ്മം മറന്ന് കഴിഞ്ഞു ആ ആന. ഭാര്യ കുട്ടികളൊക്കെയായി പഞ്ചയജ്ഞങ്ങൾ ചെയ്ത് ദാനധർമ്മത്തോടുകൂടി ഈശ്വരപൂജ ചെയ്ത് സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് കഴിയേണ്ട ഗൃഹസ്ഥൻ സത്കർമ്മങ്ങളൊക്കെ വിട്ട് തനി ലൗകിക കർമ്മങ്ങളിൽ മാത്രം വ്യവഹരിച്ച് ഭഗവാനെ മറന്ന് കഴിയുന്നതുപോലെ കഴിഞ്ഞു ഗജേന്ദ്രൻ. തൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം സാർത്ഥമാക്കി കഴിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിച്ച് ജീവിതാവസാനമാകുമ്പോഴേക്കും എല്ലാം വിട്ട് വിരക്തനായി ഭഗവാനിലേക്ക് ചേരണം. അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം മറന്ന് ഒരു ഗൃഹസ്ഥനെ പോലെ മായയാൽ മോഹിച്ച് തനിക്ക് വരാൻ പോകുന്ന ആപത്തിനെ ഒട്ടും ചിന്തിക്കാതെ കഴിഞ്ഞു ഈ ആന. ഭഗവാന്റെ സങ്കല്പമെന്ന് പറയട്ടെ, ആ തടാകത്തിലേക്ക് ഇറങ്ങിയപ്പം തന്നെ ഒരു മുതല ആനയെ കടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തടാകത്തിൽ നിന്ന് കളിച്ച് രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കടി ശ്രദ്ധിച്ചില്ല. പിന്നെ കടിയുടെ കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അവരെല്ലാം വേഗം കരക്ക് കയറി. ഇതിൽ നിന്ന് ഗജേന്ദ്രനെ മോചിപ്പിക്കാൻ അവർക്ക് കഴിയുന്നതുപോലെ ശ്രമിച്ചു. പക്ഷേ ഗജേന്ദ്രനെ കയറാൻ പറ്റുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയാനകളും പിടിയാനകളും അത് നോക്കി നിന്നു. ചിലരൊക്കെ ഉറക്കെ നിലവിളിച്ചു. ചിലരൊക്കെ വീണ്ടും പ്രയത്നിച്ചു. ഗജേന്ദ്രനെ കരക്ക് കയറ്റാൻ സാധിക്കുന്നില്ല. അവരൊക്കെ തിരിച്ചു പോകുകയും ചെയ്തു. മരണത്തിൻ്റെ പിടിയിൽപ്പെട്ട് വിഷമിക്കുന്ന ഒരു ഗൃഹനാഥനെ മോചിപ്പിക്കാൻ കുടുംബാംഗങ്ങളൊക്കെ പ്രയത്നിക്കുന്നതുപോലെ പ്രയത്നിച്ച് അവർ പരാജയപ്പെടുന്നതുപോലെ പരാജയപ്പെട്ടു. വയ്യാതെ വന്നാൽ മറ്റുള്ളവർക്ക് എത്ര കണ്ട് സഹായിക്കാൻ പറ്റും? വേദന വന്നാൽ സഹിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഇങ്ങനെ കുറച്ചു നേരം അവരെല്ലാം സഹായിച്ചു. അത് കഴിഞ്ഞാൽ എല്ലാവരും പോകും. അതുപോലെ പിടിയാനകളും കുട്ടിയാനകളെല്ലാം പോയി. ഗജേന്ദ്രനും മുതലയും മാത്രം. അവർ തമ്മിലുള്ള പിടിവലി അങ്ങനെ നീണ്ടുപോയപ്പോൾ ഗജേന്ദ്രൻ്റെ ബലമൊക്കെ ക്ഷയിച്ച് ആകെ നിരാശനായി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവജന്മ സംസ്കാരത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ മനസ്സേകാഗ്രമായി ധ്യാനനിരതനായി. പെട്ടെന്ന് മനസ്സിനൊരു പിടി കിട്ടി. തൻ്റെ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ ഒന്നും എന്നെ സഹായിക്കാൻ സാധിക്കുന്നില്ല. ഈ മുതലയാകുന്ന കർമ്മഗ്രാഹത്തിൽ നിന്നും സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവാത്. സംസാരമാകുന്ന സാഗരത്തിൽ കർമ്മമാകുന്ന മുതല. നമ്മൾ ചെയ്ത കർമ്മം തന്നെയാണ് ഈ മുതലയായിട്ട് വന്ന് പിടിക്കുന്നത്.
അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് രക്ഷിക്കണേ. അപ്പോൾ കർമ്മമാകുന്ന മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലെങ്കിൽ കാലപാശത്തിൽ നിന്ന് രക്ഷിക്കാൻ അല്ലയോ ഭഗവാനെ അങ്ങയ്ക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ജഗദീശ്വരനെ ശരണാഗതി ആശ്രയിക്കുകയാണ് ഈ ഗജേന്ദ്രൻ. ആശ്രയിക്കുന്നവനെ കൈവിടാത്ത അല്ലയോ ഭഗവാനെ അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു. ആരെ പേടിച്ചിട്ടാണോ മൃത്യു പോലും ഓടുന്നത് ആ പരമേശ്വരനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. പരമകാരണനായ അഖണ്ഡബോധത്തെ ഞാനിതാ ആശ്രയിക്കുന്നു. ആരെ ഭയന്നിട്ടാണോ സൂര്യൻ പ്രകാശിക്കുന്നത്, വായു ചലിക്കുന്നത്, അഗ്നി ജ്വലിക്കുന്നത്, എല്ലാവരും ഭയക്കുന്ന മൃത്യു പോലും സമയാസമയം ഓടി നടന്നിട്ട് തൻ്റെ സ്വകൃത്യം ഭംഗിയിൽ നിർവഹിക്കുന്നത് ഈ ഭഗവാനെ പേടിച്ചിട്ടാണ്. അങ്ങനെ മൃത്യുവിൻ്റെ പ്രഭുവായിരിക്കുന്ന ഭഗവാനെ ഞാൻ അങ്ങയെ ആശ്രയിക്കുകയാണ്. പിന്നെ ആരെ പേടിക്കാൻ? എല്ലാവരും പേടിക്കുന്നത് മൃത്യുവാണ്. ആ മൃത്യുവിനെ ഭയപ്പെടുത്തുന്ന അങ്ങയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ലല്ലോ. പ്രപഞ്ചകാരണനായ അഖണ്ഡബോധം തന്നെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ. ബ്രഹ്മത്തെ ഒഴിച്ച് മറ്റെന്തിനെ ആശ്രയിച്ചാലും ദുഃഖം തന്നെയാണ് ഫലം. ഗജേന്ദ്രനെ പോലെയാണ് നമ്മളുടെയും അവസ്ഥ. കാമവും ക്രോധവും ലോഭവും ഒക്കെ പിടിച്ചു വലിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. അത് തിരിച്ചറിഞ്ഞു ഗജേന്ദ്രൻ എന്നതാണ് ഗജേന്ദ്രൻ്റെ മഹത്വം. അത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ശുകബ്രഹ്മ മഹർഷി. ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഗജേന്ദ്രൻ ആശ്രയിച്ച പോലെ ഭഗവാനെ ആശ്രയിക്കുക. പരമകാരണസ്വരൂപനാണ്, അഖണ്ഡബോധവാനാണ്, സച്ചിദാനന്ദമാണ്. ആ ബോധത്തെ വിചിന്തനം ചെയ്താൽ ദുഃഖം നീങ്ങും, എല്ലാം തെളിയും. ഭഗവാനെ ധ്യാനം ചെയ്തപ്പോൾ ഗജേന്ദ്രന് പൂർവജന്മത്ത് താൻ നേടിയ ജ്ഞാനം പ്രകാശിച്ചു. അങ്ങനെ അദ്ദേഹം പരമകാരണ ബ്രഹ്മത്തെ ശരണം പ്രാപിച്ചു ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. സ്തുതി കേൾക്കാം. ഗജേന്ദ്ര ഉവാച ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിദം യതശ്ചേദം യേനേദം യൈദം സ്വയം യോസ്മാത് പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം യസ്വാത്മനീദം നിജമായയാർപ്പിതം ക്വചിത് വിഭാതം ക്വച തത്തിരോഹിതം അവിദ്യദൃക്സാക്ഷുഭയം തദീക്ഷതേ സ ആത്മമൂലോ വതു മാം പരാത്പര കാലേന പഞ്ചത്വമിതേഷു കൃഷ്ണശോ ലോകേഷു പാലേഷു ച സർവഹേതുഷു തമസ്തദാസീത് ഗഹനം ഗഭീരം യസ്തസ്യ പാരേപി വിരാജത്തെ വിഭൂ ന യസ്യ ദേവാ ഋഷയഃ പദം വിദുർജന്തു പുനഃ കോർഹതി ഗന്ധുമീരിതും യഥാ നടസ്യാകൃതിഭിർവിചേഷ്ടതോ ദുരത്യയാനുക്രമണേ സമാവതു ദിദൃക്ഷവോ യസ്യ പദം സുമംഗളം വിമുക്തസംഗാമുനയഃ സുസാധവ ചരന്ത്യലോകവൃതമവൃണം വനേ ഭൂതാത്മഭൂതാ സുഹൃദഃ സമേ ഗതി ന വിദ്യതേ യസ്യ ച ജന്മകർമ്മ വ ന നാമരൂപേ ഗുണദോഷ ഏവ വ തഥാപി ലോകാപ്യസംഭവായ യാ സ്വമായയാ താന്യനുകാലമൃച്ഛതി തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേ അനന്തശക്തയേ അരൂപായോരുരൂപായ നമ ആശ്ചര്യകർമ്മണേ നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിദൂരായ മനസച്ഛേദസാമപി സത്വേന പ്രതിലഭ്യായ നിഷ്കർമ്മേണ വിപശ്ചിത നമ കൈവല്യനാഥായ നിർവാണ സുഖസംവിദേ നമഃ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഘനായ ച ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമ സർവേന്ദ്രിയഗുണദ്രഷ്ടേ സർവപ്രത്യയഹേതവേ അസദാച്ഛായ യോക്തായ സദാഭാസായ തേ നമ നമോ നമസ്തേഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ നമോപവർഗായ പരായണായ ഗുണാരണിച്ഛന്ന വിദുഷ്മപായ തക്ഷോഭവിസ്ഫൂർജിതമാനസായ നൈഷ്കർമ്മ്യഭാവേന വിവർജിതാഗമസ്വയം പ്രകാശായ നമസ്കരോമി മാതൃക്പ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരികരുണായ നമോലയായ സ്വാംശേന സർവതനുഭൃന്മനസി പ്രതീത പ്രദൃശേ ഭഗവതേ പ്രഗതേ നമസ്തേ ആത്മാത്മജാപ്തഗ്രഹവിത്തജനേഷു സക്തേ ദുഷ്പ്രാപണായ ഗുണസംഗവിവർജിതായ
മുക്താത്മഭിസ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനെ ഭഗവതേ നമ ഈശ്വരായ. യം ധർമ്മകാമാർത്ഥവിമുക്തികാമാ ഭജന്ത ഇഷ്ടാംഗതിമാപ്നുവന്തി കിം ത്വാശിഷോരാത്യഭിദേഹമവ്യയം കരോതു മേതഭ്രതയോ വിമോക്ഷണം. ഏകാന്തിനോ യസ്യ ന കഞ്ചനാർത്ഥം വാഞ്ചന്തി യേ വൈ ഭഗവത്പ്രപന്ന. അത്യദ്ഭുതം തച്ചരിതം സുമംഗളം ഗായന്താനന്ദസമുദ്രമഗ്ന. തമക്ഷരം ബ്രഹ്മപരം പരേശമവ്യക്തമാധ്യാത്മികയോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മമിവാതിദൂരം അനന്തമാദ്യം പരിപൂർണമീഠേ യസ്യ ബ്രഹ്മാദയോ ദേവാദിവേദാ ലോകാശ്ചരാപരാ നമമരൂപവിഭാതേന ഫൽഗ്യാ ച കലയാ കൃതാ. യഥാർച്ചിഷോഗ്നേ സവിതുർഗഭസ്തയോ നിർയാന്തി സംയാന്തസകൃത് സരോജിഷ. യഥാ യതോയം ഗുണസംപ്രവാഹോ ബുദ്ധിർമനഃഖാനി ശരീരസർഗ. സവൈന ദേവാസുരമർത്യതിര്യൻ ന സ്ത്രീന ഷണ്ഡോ ന പുമാന്ന ജന്തു. ന്യായം ഗുണകർമ്മന സന്നപാസത് നിഷേധശേഷോ ജേതാദശേഷ. ജിജീവിഷേനാഹമിഹാമുയാ കിം മന്ദർവിശ്ചാവൃതേ വയോന്യ. ഇച്ഛാമി കാലേന നേസ്യ വിപ്ലവത്തസ്യാത്മലോകാവരണസ്യ മോക്ഷം. സോഹം വിശ്വസജം വിശ്വമവിശ്വം വിശ്വവേദസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ്മി പരം പദം. യോഗരന്ധിതകർമാണോ ഹൃദി യോഗവിഭാവിതേ യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം നതോസ്മ്യഹം. നമോ നമസ്തുഭ്യമസഹ്യവേഗശക്തിത്രയാഖിലധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതീന്ദ്രിയാണാമനവാപ്യവത്മനെ. ന്യായം വേദസ്വമാത്മാനം യച്ഛക്ത്യാഹം ധിയാഹതം തം ദുരത്യയമാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. വേദാന്ത പുഷ്പങ്ങളെ കൊണ്ടാണ് ഗജേന്ദ്രൻ പുഷ്പാജ്ഞലി നടത്തുന്നത്. ഓം നമോ ഭഗവതേ ചൊല്ലി. അന്തര്യാമി രൂപേണ ഏതൊരു ഭഗവാനാണോ ഇവിടെ എല്ലാത്തിലും പ്രവേശിച്ചിരിക്കുന്നത്, ഏതൊരു ഭഗവാനാണോ പ്രകൃതി പുരുഷ രൂപത്തിൽ ജഗത്തിൻ്റെ കാരണമായിരിക്കുന്നത്, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ആ ഭഗവാന്റെ ചൈതന്യം കൊണ്ടാണ് ഈ കാണുന്ന ജഗത്തൊക്കെ ചൈതന്യമായിട്ട് നിൽക്കുന്നത്. ഉപനിഷത്ത് പറയുന്നത് ഏതാവാനസ്യ മഹിമ. മുതലയുടെ പിടിയിലായതുകൊണ്ട് നേരെ ശരീരം കൊണ്ട് നമസ്കരിക്കാൻ ഞാൻ അശക്തനാണ്. മനസ്സുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഹേ പരബ്രഹ്മമേ, ഈ പ്രപഞ്ചം ഇങ്ങനെ തേജസ്സോടുകൂടി ഇരിക്കുന്നത് ഏതൊരു പരബ്രഹ്മത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണോ? ഇവിടെ കാണുന്ന എല്ലാ ശരീരങ്ങളിലും ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നത് ആരാണോ? പ്രകൃതിയായും പുരുഷനായും സകലരിലും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എല്ലാത്തിലും വിളങ്ങുന്നത് അങ്ങായിരിക്കുന്ന പരമാത്മാവ്. അങ്ങയെ ഞാനിതാ മനസ്സാ നമസ്കരിക്കുന്നു. ഏതൊരു ഭഗവാനിൽ നിന്നാണോ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടായത്, ആരാണോ ഇതിനെ നിലനിർത്തുന്നത്, ഏതിലേക്കാണോ ഈ പ്രപഞ്ചം ചെന്ന് ലയിക്കുന്നത്, ആ പരമാത്മസ്വരൂപനായ ഭഗവാന് നമസ്കാരം. ഉദാഹരണം, കടലിൽ തിരമാലകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ തിരമാലകൾക്ക് അടിസ്ഥാനം എന്താണ്, കടലാണെന്ന്. ഇതേപോലെ ഈ കാണുന്ന പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം അടിസ്ഥാനം ഭഗവാനാണ്. ഈ കാണുന്ന വസ്തുക്കളെല്ലാം നിലനിൽക്കുന്ന ഭഗവാനിലാണ്. ഏതുപോലെ എന്നാൽ തിരമാല സമുദ്രത്തിൽ എന്ന പോലെ. എന്നാൽ പിന്നെയും നാം വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാകും തിരമാല വേറെയല്ല, കടൽ തന്നെ തിരമാല. അതുപോലെ പ്രപഞ്ചം വേറെയല്ല, ഭഗവാനിൽ തന്നെയാണ്. പ്രപഞ്ച വസ്തുക്കളെല്ലാം ഭഗവാൻ തന്നെ. ഉപനിഷത്തിൽ പറയുന്നത് യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. ഏതൊന്നിൽ നിന്നാണോ സർവ്വചരാചരങ്ങളും ഉണ്ടായത്, ഏതിലാണോ നിലനിൽക്കുന്നത്, അവസാനം ഏതിലേക്കാണോ ലയിക്കുന്നത്, അത് സൂക്ഷ്മമായി അറിയൂ, അതാണ് ബ്രഹ്മം. ഗജേന്ദ്രൻ ഭഗവാനോട് പറയുന്നതാണ്, മുതലയുടെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ എന്നല്ല, ബ്രഹ്മത്തെ വിളിക്കുകയാണ്. അജ്ഞാനമാകുന്ന മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജ്ഞാനസ്വരൂപന് മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, എൻ്റെ ആഗ്രഹം ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഭൗതികമായ ശരീരത്തോടെ ഇനിയും ജീവിക്കണമെന്നല്ല. എൻ്റെ അകത്തുള്ള അവിദ്യയാകുന്ന മുതല ഉള്ളതുകൊണ്ട് എൻ്റെ ആത്മസ്വരൂപം മറഞ്ഞു കിടക്കുകയാണ്. അതാണ് ദുഃഖം. അങ്ങനെയുള്ള ജീവിതം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ആത്മസ്വരൂപം മറച്ചിരിക്കുന്ന അജ്ഞാനത്തിൽ നിന്ന്, അവിദ്യയിൽ നിന്ന് എനിക്ക് സ്വയം രക്ഷപ്പെടാനുള്ള കഴിവില്ല.
അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അജ്ഞാനത്തിൽ നിന്നാണ് എനിക്ക് മുക്തി വേണ്ടത്. ഈ ആനന്ദസ്വരൂപത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനത്തിൽ നിന്ന് എനിക്ക് മുക്തി തന്ന് അനുഗ്രഹിക്കണമേ. ഏതൊരു ഭഗവാന്റെ മായയിൽ നിന്ന് വികസിച്ച് അഹങ്കാരം കൊണ്ടാണോ ഈ ഞാൻ ഉൾപ്പെടെയുള്ള ജീവന്മാർ ആത്മസ്വരൂപത്തെ അറിയാതെ ക്ലേശിക്കുന്നത്, ആർക്കും അതിക്രമിക്കാൻ കഴിയാത്ത മഹത്വത്തോടു കൂടിയ പരമപുരുഷനെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. ആ മുഖത്തു നിന്ന് പുറപ്പെട്ടത് നിർഗുണ സ്തോത്രമായിരുന്നു. അതിനാലാണ് ദേവന്മാർ അത് കേട്ടിട്ടും അനങ്ങാതിരുന്നത്. ഭക്തി നിർഭരമായ ഈ സ്തുതി കേട്ട് സർവദാ ദേവതാസ്വരൂപനായ ഭഗവാന്റെ ഹൃദയം അലിഞ്ഞു. നിർഗുണനും സഗുണനുമാണ് താൻ എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ട് ചക്രായുധധാരിയായി ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി പുറപ്പെട്ടു. ഭക്തവാത്സല്യം കൊണ്ട് ഗരുഡന് വേഗത പോരാ എന്ന് തോന്നി. ഭഗവാൻ എടുത്തങ്ങ് ചാടിയെന്നാണ് ഭട്ടതിരിപ്പാട് നാരായണത്തിൽ പറയുന്നത്. ഭൂരി കാരുണ്യവേഗത. ആദ്യം തൻ്റെ ഭക്തനെ ആശ്രയിച്ച മുതലക്ക് മോക്ഷം കൊടുത്തു, പിന്നെ ഗജേന്ദ്രനും. ആരാലും രക്ഷിക്കാൻ കഴിയാത്ത തനിക്ക് എന്നെ രക്ഷിച്ച ഭഗവാന് ഞാൻ എന്തു കൊടുക്കും? ഒരു താമര അവിടെ കണ്ടു. തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പറിച്ച് ഉച്ചത്തിൽ ഭഗവാന്റെ നാം അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് ജപിച്ചുകൊണ്ട് താമരപ്പൂ നീട്ടുന്നു. ഭഗവൻ അത് സ്വീകരിക്കുന്നു. അജ്ഞാനമാകുന്ന കർമ്മഗ്രാഹത്തിൽ നിന്ന് മോക്ഷം കിട്ടി ഭഗവത് സ്വരൂപിയായി മാറി ഗജേന്ദ്രൻ. ഭഗവാൻ തന്നെ ഫലശ്രുതിയിൽ പറയുന്നു, ഗജേന്ദ്ര, നീ സ്തുതിച്ച സ്തുതി ചൊല്ലുന്നത് ആരാണോ, പ്രാണപ്രയാണകാലത്ത് ഞാൻ തന്നെ വന്നവർക്ക് ജ്ഞാനം കൊടുത്തു വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും, മരണഭയം നീക്കുമെന്ന് ഭഗവാൻ തന്നെ ഫലശ്രുതിയിൽ പറയുന്നതാണിത്. മേൽപ്പത്തൂർ ഗജേന്ദ്രസ്തുതിയെ പറഞ്ഞത് സ്തോത്രം ശ്രേഷ്ഠമെന്നാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.